മേരി മേരി ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ക്രിസ്മസ് ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 24th ഡിസംബർ, 25th ഡിസംബർ, അങ്ങനെ 2 ഡേ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം ഈ കേക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ 24th ഉള്ളത് കാണാം. അപ്പോൾ 2 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഫസ്റ്റ് വണ്ണ് ഞാൻ പഠിച്ച നഴ്സറിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വണ്ണ് ഞാൻ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. ഈ ഒരു ടൈമാണല്ലോ NSS ക്യാമ്പ് ഉണ്ടാവാറ്. അപ്പം സെയിം പ്ലേസിൽ തന്നെയായിരുന്നു, പുന്നശ്ശേരി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. ഞാൻ NSSലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡെക്കറേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം ക്രിസ്മസ് തീമിലുള്ള കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റിങ്സ് നമ്മൾ പേപ്പറിൽ എഴുതിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് എന്താ അറിയില്ല, ചില ടൈമിൽ എനിക്ക് റൈറ്റിംഗ് അങ്ങനെ കിട്ടൂല. അപ്പം പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മളൊരു ചെറിയൊരു ടോപ്പർ പോലുള്ളതും വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ കരുണാറാം അംഗനവാടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നെയിമും കൊടുത്തു. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്രീം കൊണ്ട് സൈഡിലൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കസ്റ്റമൈസേഷൻ ഫ്രീ ആയിരുന്നു. അത് നമ്മൾ പോസ്റ്ററിൽ ഏഡ് ചെയ്തിട്ടില്ല. ഒന്നാമെന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ക്രിസ്മസ് ഓർഡേഴ്സ് വളരെ കുറവാണ്. അപ്പം കസ്റ്റമൈസേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10% ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുകളിലും ഒരു റെഡ് വൈറ്റ് ഗ്രീന് ഈ ഒരു കോമ്പോയിലാണല്ലോ ഉണ്ടാവാറ്. അപ്പം നമ്മൾ ആ ഒരു കോമ്പോയിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഡെലിവറി ചെറിയൊരു സീനുള്ളത് കൊണ്ട് നമ്മൾ നടന്ന് പോയിട്ടാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി വരുന്നത്. അങ്ങനെ നമ്മൾ കേക്കും ഏന്തി നടന്ന് പോയി. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നഴ്സറി തന്നെയാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ പരിപാടി ഉള്ളത് കൊണ്ട് വേറൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് ഈ സെലിബ്രേഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇതാണ് അംഗനവാടി വരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് പോയി. അപ്പം അവിടെ ഡെക്കറേഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മക്കൾസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്ത് അവിടുന്ന് വേഗം സ്കൂട്ടായി. അടുത്ത് നമുക്ക് NSS ക്യാമ്പിലേക്കുള്ള കേക്കിൻ്റെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതും സെയിം ഒരു ക്രിസ്മസ് തീമിൽ തന്നെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വെള്ളയും ഒന്ന് പച്ചയും, സത്യം പറഞ്ഞാൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സാന്ത്വന അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞ റൈറ്റിങ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും കൂടെ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ചെറിയൊരു സ്നോൻ്റെ ഒരു പാട്ട് അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സൈഡിൽ എവിടെയാണ് വെക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് കൺഫ്യൂഷനൊക്കെ കൊണ്ട് നമ്മൾ സാന്ത്വന അവിടുത്തെ നൈസായിട്ട് റിമൂവ് ആക്കിയിട്ട് സാന്ത്വന വോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്ലേസിൽ ആ ഒരു പ്രിൻറ്റും കൂടെ ആഡ് ചെയ്തു. അയാളെ പേര് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ആ ഒരു വോളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ മാത്രമായാലൊരു ഗുമ്മുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ റെഡും വൈറ്റും എല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ക്രീം കൊണ്ട് ജസ്റ്റ് റോസറ്റ നോസിലിനോണ്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഡിസൈൻ പോലെ കൊടുത്തു. പിന്നെ നമ്മൾ വൈറ്റ് അതിൽ തീരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് കൊണ്ടും ഒരു കുറച്ച് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലീഫ് പോലെ ഒരു ലീഫ് പോലുള്ളൊരു തീമിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് എനിക്ക് അങ്ങനെ ഈ ബോർഡറൊന്നും വരയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. കേക്ക് ഫ്രീ ആയിട്ട് കിടക്കണം, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ പിന്നെ എന്ന് പറയാൻ ഇപ്പോൾ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്രീം എടുത്ത് ജസ്റ്റ് താഴെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കേക്ക് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇത് പുന്നശ്ശേരി എത്തേണ്ട കേക്കാണ്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തു. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കൊടുത്തു. അവർ അവിടെ എത്തി കേക്കൊക്കെ കട്ട് ചെയ്തു. അവർ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നഴ്സറിയിലുള്ളവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അവർ പ്രതീക്ഷിക്കാതെയാണ് അവർക്ക് ഇങ്ങനെ ഒരു തീമിൽ കിട്ടിയത് കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കേക്ക് അവർ കൊണ്ടുപോയി.
അവിടെ NSS ക്യാമ്പിൽ കുറേ ടീച്ചേഴ്സ്മാരൊക്കെ അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരുണ്ട്. അപ്പോൾ അവരൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരും അറിഞ്ഞു. അപ്പോൾ കമോൺ, നമുക്ക് നെക്സ്റ്റ് ഡേയിലുള്ള ഡീറ്റെയിൽ കാണാം. അതായത് ഇന്നലത്തെ കേക്കിൻ്റെ ഡീറ്റെയിൽ കാണാം. അപ്പോൾ 3 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ബർത്ത്ഡേ തീമായിരുന്നു, പിന്നെയുള്ള 2 ക്രിസ്മസ് തീമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രം കോട്ട് അടിച്ച് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ കേക്കിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നഴ്സറിയിലേക്ക് കൊടുത്തത് 1 kg നല്ലപോലെ ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്തൊരു കേക്കായിരുന്നു. അത് 2 ലെയറായിട്ടാണ് വരുന്നത് കേട്ടോ കേക്ക്. പിന്നെ ഉള്ളത് 1.5 kg NSS ക്യാമ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്, നോർമൽ ഡിസൈനിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ അറ്റാച്ച് ചെയ്തു, പിന്നെ ഒരു ഡെയറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാന്തമാമനെ അറ്റാച്ച് ചെയ്തു. പിന്നെ അവർ പറഞ്ഞ ഒരു റൈറ്റിങ്സ് ഉണ്ടായിരുന്നു, മഞ്ചാടിക്കൂട്ടം കരുണാറാം AUP സ്കൂൾ 1973 to 80. പിന്നെ നമ്മൾ ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ക്രീം കൊണ്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഓൾറെഡി കേക്ക് വൈറ്റ് തന്നെ ആയതുകൊണ്ട് റെഡും ഗ്രീനും ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഡിസൈൻ വരച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചെറിയൊരു കേക്ക് ഉണ്ട്. അവിടെ നമ്മൾ സാന്തേനെ വെച്ചു, പിന്നെ ഒരു ടോപ്പർ വെച്ചു മേരി ക്രിസ്മസിൻ്റെ, പിന്നെ ക്രീം കൊണ്ട് കുറച്ച് ഡിസൈനും കൂടെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ സ്വന്തം ഷോപ്പായിട്ടുള്ള ബാലുശ്ശേരിയിലൊരു കട ഉണ്ട്, അപ്പോൾ അവിടേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. അങ്ങനെ ആ കേക്കിൻ്റെ ഡെക്കറേഷനും ഓൾമോസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡെലിവറിക്ക് പോവാണ്. ഡെലിവറിക്ക് 2 കേക്ക് ഉണ്ട്. അപ്പം നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 2 പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിന് നമ്മൾ കവർ വെച്ചിട്ടുള്ള, ഒന്നാമത് നമ്മൾ കാറിലാണ് പോകുന്നത്, ഞാനാണത് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കവറിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുകയാണ്. ഇന്ന് കാറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വണ്ടി ചെറിയൊരു പണി കിട്ടി കിടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ കാർ എടുത്തത്. അങ്ങനെ നമ്മൾ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നന്മണ്ട 13 അങ്ങാടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബാലുശ്ശേരി മുക്ക് ഒരു മലബാർ കോഫി ഹൗസിലായിരുന്നു നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. അവിടെ വെച്ചായിരുന്നു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് കൊടുത്തു. അവിടുന്ന് വേഗം തന്നെ സ്കോട്ടായി. പിന്നെ നമ്മൾ ആ കേക്കിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാലുശ്ശേരി സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പം ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. കേക്കിൻ്റെ ആണെങ്കിലും അവരിനി ഇല്ലെങ്കിൽ തന്നെ അവർ സെറ്റാക്കി തരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്, ബി മാർട്ട് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ദെൻ നമ്മൾ കേക്കുമായിട്ട് കടന്നു വന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ മുരളിച്ചേട്ടൻ. അപ്പോൾ കേക്ക് നേരെ ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മളെ ലിജി ചേച്ചി. പിന്നെ അവിടെ കുറച്ച് ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഓണർ ജലീൽക്ക, അവരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനം എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് വരുന്നത് 1 kg ടോളായിട്ട് ചെയ്ത ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ. ഷോപ്പിലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 1/2 kg ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫുട്ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാളായിട്ട് ഫുട്ബോളിൻ്റെ ഒരു ചെറിയ ചെറിയ പാർട്സ് പോലെ അത് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ താഴെ തന്നെയായിട്ട് ഒരു ബോളും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരെ ആ ഒരു സൈഡിലായിട്ട്. അങ്ങനെ അതിൽ ഇനി നമുക്ക് കുറച്ച് ഗ്രാസും കൂടെ വെച്ചിട്ട് കേക്ക് ഫിനിഷ് ചെയ്യുകയാണ് കേട്ടോ. ഈ ഓർഡർ വന്നൊരു സ്റ്റോറി പറയാം. അപ്പം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, PSC എക്സാം. മലാപ്പറമ്പ് വുമൻസ് സ്കൂളിൽ നിന്നായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു വട്ടം പോയിട്ടുണ്ട്, പക്ഷേ അത് വണ്ടിയിലായിരുന്നു. അപ്പം ബസ്സിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ ഞാൻ കയറി അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ബസ്സിൽ തന്നെ ഒരാൾ അങ്ങോട്ടുള്ള ആൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അങ്ങനെ പറഞ്ഞു കിനാലൂരാണ് പ്ലേസ് വരുന്നത്.
അപ്പം ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പനിയായി. അങ്ങനെ അവർ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും 25-ന് തന്നെയാണ് മോൻ്റെ ബർത്ത്ഡേ വരുന്നത്, അങ്ങനെ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അത്. പക്ഷേ ഇത് വാങ്ങാൻ വന്ന ആളെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു സൈഡായിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ പാക്ക് ചെയ്തു. അത് ഫ്രണ്ട് ഭാഗം നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നായിരുന്നു. അപ്പം സാധനമെല്ലാം താഴെയായിരുന്നു. അപ്പോൾ അവർ വന്നൊരു ധൃതിയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ താഴെ എത്തിയിട്ട് അത് സെറ്റാക്കി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കേക്ക് മേടിച്ചു പോയി. അപ്പോൾ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഒന്നും കൂടി ഒന്ന് പറയണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോസ് ഇടുന്നത് ഇപ്പോൾ കുറച്ച് ലാഗായിട്ടാണെന്ന് അറിയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോറേജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വൈകാതെ തന്നെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതുവരേക്കും ഗുഡ് നൈറ്റ്.